ഹലോ, അപ്പോൾ ഇത് നല്ല ആവി പറക്കണ ഈ നല്ല അടിപൊളി പുട്ട് എന്ത് വെച്ചുണ്ടാക്കിയെന്നറിയോ? നമ്മൾ റേഷൻ അരി വെച്ചാണേ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ രാത്രിയിലാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടും. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതേ ഒരു പാത്രത്തിലേക്ക് ഞാനിതൊന്ന് വെള്ളം മാറാൻ വേണ്ടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു വെള്ളത്തോടുകൂടി തന്നെ അടിക്കണമായിരിക്കും നല്ലത്. മിക്സിയുടെ ജാറിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആ ചെറിയൊരു വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട. എന്നിട്ട് നമുക്കിത് ആ ചെറിയൊരു വെള്ളത്തോടു കൂടി നമുക്കിതൊന്ന് ജസ്റ്റ് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ചെറിയ തരികളുണ്ടാകും, നമ്മുടെ പുട്ടിനൊക്കെ സാധാരണ കണ്ടു അതുപോലെ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്ട്. ഇതിനൊരു കറികളുടെയും ഒരു ആവശ്യമില്ല. നമുക്ക് വെറുതെ ആണെങ്കിൽ തിന്നാം, പക്ഷേ ചൂടോടുകൂടി തിന്നാനായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കുക, അപ്പോൾ തന്നെ കഴിക്കുക. അതേപോലെ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ആവിയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തിട്ട് പോണേ. അപ്പോൾ ഓക്കെ, ബൈ.